ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പതിപോലെ തന്നെ നമ്മുടെ ജോലി അടുക്കളയിൽ നിന്ന് ആരംഭിക്കുകയാണ്. രാവിലെ ഒരു കട്ടനൊക്കെ ഞാനിട്ട് ഫ്ലാസ്കിൽ വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ജോലി ഒന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ചാണ് ഫ്ലാസ്കിലൊക്കെ എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ മോക്കുള്ള കട്ടന് ഞാൻ ഇതിൻ്റെ കൂടെ മോക്ക് രാവിലെ ഒരു കട്ടനൊക്കെ പഠിക്കാനിരിക്കുന്നതുകൊണ്ട് രാവിലെ ഒരു കട്ടൻ വേണമെന്ന് പറയും. അപ്പോൾ പഠിക്കാനിരിക്കുന്ന ആ സമയത്തൊന്നും വേണ്ട കേട്ടോ, കുറച്ച് കഴിഞ്ഞ് ഒക്കെ മതി. അപ്പോൾ അതുകൊണ്ട് തണുത്തൊക്കെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു കുറച്ച് കഴിഞ്ഞ് കൊടുക്കാറുള്ളൂ. അപ്പോൾ അതും കൊടുത്തതിന് ശേഷം ഞാൻ പാലും കൂടി തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ അരി ഒന്ന് തിളപ്പിച്ചടയ്ക്കേണ്ടത്. ഇന്നലത്തെ വൈകിട്ടത്തെ ചോറ് കുറച്ചുണ്ടാവും, അത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നതുകൊണ്ട് അതും കൂടി ഒന്ന് ഞാൻ തിളപ്പിച്ചടച്ചിടും കേട്ടോ. പിന്നെ നമ്മൾ ചോറും കൂടി ഈ കൂടെ വേഗം വെക്കുന്നുണ്ട്. പിന്നെ പാലും തിളപ്പിച്ച് മാറ്റിയതിന് ശേഷം ഞാനൊരു കറി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മോക്ക് പോകാൻ നേരത്തെ ഒരപ്പം ചുട്ട് കൊടുക്കാമല്ലോ, ചൂടോടുകൂടി കഴിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കറി വെച്ചതിന് ശേഷം അപ്പം ചൂടാമെന്ന് വിചാരിച്ച് പടവലയ്ക്കാണ് ഞാൻ തോരൻ വെക്കാനെടുത്തത്. സാധാരണ നമ്മൾ കൊത്തിയരിഞ്ഞല്ലേ പടവലയ്ക്ക എടുക്കാറ്. അപ്പോൾ ഞാനോർത്ത് ഗ്രേറ്റ് ചെയ്താൽ അങ്ങനെ ഇരിക്കുമെന്ന് വിചാരിച്ച് ഗ്രേറ്റ് ചെയ്തപ്പോൾ ശരിയായിട്ടുണ്ട്, നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ പടവലയ്ക്ക. അപ്പോൾ അത് പടവലയ്ക്ക ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് പിഴിഞ്ഞ് കുറച്ച് വെള്ളം, ഇതിന് വെള്ളത്തിൻ്റെ അംശം കൂടുതലുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടൊന്ന് പിഴിഞ്ഞൊന്ന് കുറച്ച് കളഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ഒരു 3-4 പച്ചമുളക് ഇടേണ്ട. എരിവിന് വേറെ മുളക് പൊടിയൊന്നും ചേർക്കണില്ല. അപ്പോൾ അതുകൊണ്ട് എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർക്കുക. അതിനകത്തേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് പിന്നെ ഒത്തിരി തേങ്ങയും ഒരു ചെറിയ സവോളയും കൂടി ചേർത്തിട്ടാണ് നമ്മളൊന്ന് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് കുഴച്ച് എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കടുക് പൊട്ടിച്ച് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പടവലയ്ക്ക റെഡിയായി കേട്ടോ. പടവലയ്ക്കയ്ക്ക് അധികം ഈ ഗ്രേറ്റ് ചെയ്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ കറക്റ്റ് 5 മിനിറ്റ് കൊണ്ട് എൻ്റെ കറി റെഡി ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ നമ്മൾ പടവലയ്ക്ക റെഡി ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഗ്രേറ്റ് ചെയ്തത് ഉണ്ടാക്കിയത് അരിഞ്ഞ് വെക്കണതിൽ നല്ല ടേസ്റ്റും ആയിരുന്നു ഇത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തുണ്ടാക്കിയപ്പോൾ. അപ്പോൾ ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കിയെന്ന് നോക്കണം കേട്ടോ. അപ്പോൾ പിന്നെ സ്കൂളിൽ പിന്നെ ഞാനൊരു മുട്ടയും ഒത്തിരി അച്ചാറും കൂടി കൊടുത്തു വിടാമെന്ന് വിചാരിച്ച് മുട്ടയും കൂടി ഞാൻ പൊരിക്കാനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചോറൊക്കെ ഇട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മോക്കുള്ള അപ്പവും കൂടി ചുട്ടതിന് ശേഷം പിന്നെ ബാക്കിയുള്ള അപ്പം പോയിട്ട് ചുടാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ അപ്പവും കൂടി ചുടുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 2 ദിവസത്തേക്ക് ഞാൻ മാവൊക്കെ അരച്ച് വയ്ക്കും കേട്ടോ. അപ്പം രണ്ടാമത്തെ ദിവസം അപ്പോൾ ഒന്നും കൂടി നല്ല സോഫ്റ്റായിട്ടിരിക്കും ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പവും കൂടി ചുടണ്ട. അപ്പത്തിന് കിഴങ്ങേറിയ കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, മോക്ക് വേണമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കിഴങ്ങേറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളതിനകത്തേക്ക് വേറെ പ്രത്യേകിച്ച് മസാല വേറെ തേങ്ങാപ്പാലൊന്നും പിഴിയണില്ല. മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഇത്തിരി ഗരം മസാലയും കൂടി ചേർത്തിട്ടുള്ളൂ കേട്ടോ, മഞ്ഞൾപ്പൊടിയും. ഇത്രയാണ് നമ്മുടെ പൊട്ടറ്റോ കറിക്ക് നമ്മൾ ചേർത്തേക്കണത്. അത് ഞാൻ ചട്ടിയിൽ എനിക്കപ്പോൾ തോന്നി ചട്ടിയിൽ ഉണ്ടാക്കാനാണ്. അപ്പോൾ ചട്ടിയിൽ വയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചട്ടിയിലാട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ എണ്ണ ചൂടാക്കി കടുകിട്ട് പൊട്ടിച്ച് നമ്മൾ അതിനകത്തേക്ക് ഈ പൊടികൾ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. പിന്നെ അതിനകത്തേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ച പൊട്ടറ്റോ ചേർത്ത് അത്രയേ ഉള്ളൂ കേട്ടോ. സാധാരണ എല്ലാവരും ഉണ്ടാക്കും പോലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനൊരു കറി എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ കറി റെഡിയായി. ഞങ്ങൾ കാപ്പിയും കുടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് മീൻ വരാനൊരല്പം വൈകി, അതുകൊണ്ട് മീൻ വന്നതിന് ശേഷം പിന്നെ കറി വെച്ചാൽ മതിയല്ലോ. നമുക്ക് മത്തിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, നല്ല വലിയ മത്തിയായിരുന്നു, നല്ല മുട്ടയുള്ള മത്തിയായിരുന്നു. അപ്പോൾ മുട്ടയൊക്കെ ഞാനൊന്ന് ഇത്തിരി തേങ്ങയൊക്കെ ഇട്ട് ചിക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വറുക്കാനുള്ളത് എടുത്തു വെച്ച് ബാക്കി പൊള്ളിക്കാമെന്ന് വിചാരിച്ചു. പൊള്ളിക്കാൻ വേണ്ടിയിട്ട് സവോള പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കറിവേപ്പില ഇത് നന്നായിട്ട് എണ്ണയിൽ മൂപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി മാത്രം ചേർക്കണം കേട്ടോ. ഇത് നന്നായിട്ട് മൂപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ അതിനകത്തേക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. മീനിന് നമുക്ക് പുളിക്ക് ഞാൻ ചേർക്കണ വിനാഗിരിയാണ്. ഒരു സ്പൂൺ വിനാഗിരി ഞാൻ ചേർക്കുന്നുണ്ട്. മറ്റേ പുളി ചേർക്കണില്ല. ഇങ്ങനെ പൊള്ളിച്ചെടുക്കുമ്പോൾ ഞാൻ വിനാഗിരിയാണ് ചേർക്കാറ്. അപ്പം അങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ നന്നായിട്ട് പറ്റിച്ചെടുക്കണമെങ്കിൽ പറ്റിച്ചെടുക്കാം. ഇല്ല എങ്കിൽ നമ്മൾ ഇതേപോലെ ചാറിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ പൊള്ളിച്ചെടുക്കുകയാണ് ചെയ്യണം. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ടാറ്റാ.